നമ്മൾ ജൂൺ എക്സാംസിലേക്കുള്ള ഫൗണ്ടേഷൻ്റെ RTP ഡിസ്കഷൻ സീരീസിൻ്റെ ഇന്നത്തെ സീരീസിൽ വി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് LLPയിലെ ക്വസ്റ്റ്യൻസും കമ്പനീസ് ആക്ടിലെ ക്വസ്റ്റ്യൻസും. LLPയിലെ ആകെ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ബട്ട് അതിന് ഏറെക്കുറെ ഒരു എൻറ്റയർ LLP ചാപ്റ്ററിൻ്റെ വിത്ത് പാർട്ട്ണർഷിപ്പ് ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ എന്നുള്ള രീതിയിലുള്ള പെർട്ടിക്കുലർ ക്വസ്റ്റ്യനാണ്. ഇത് നമ്മുടെ സീരീസിലെ 4th വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോൺട്രാക്ട് ആക്ട് കംപ്ലീറ്റ് ചെയ്തു, പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പിന്നെ തേർഡിൽ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് പാർട്ട്ണർഷിപ്പ് ആക്ട്. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ കമ്പനീസ് ആക്ടും LLPയാണ് കവർ ചെയ്യാൻ പോകുന്നത്. LLP വെച്ച് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ്ലി വിൽ ഗോ ടു കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലും അഗെയിൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ആകെ 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത്, മിസ്റ്റർ ധ്രുവ് വാസ് അപ്പോയിൻറ്റഡ് as employee of Sun Moon Timber Private Limited on the condition that if he were to leave his employment, he will not solicit customers of the company. അപ്പോൾ ധ്രുവ് എന്ന് പറഞ്ഞ ആളെ ഈ കമ്പനി അപ്പോയിൻറ്റ് ചെയ്തു എംപ്ലോയി ആയിട്ട്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, ഇനി അഥവാ നിങ്ങൾ നമ്മളെ കമ്പനി വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ കസ്റ്റമേഴ്സിന് സോളിസിറ്റ് ചെയ്യൂല, അവരെ അട്രാക്ട് ചെയ്യുക, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അവരെയും വലിച്ചുകൊണ്ട് പോകുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും നിങ്ങൾ ചെയ്യൂല എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിരുന്നു. ആഫ്റ്റർ സം ടൈം ഹി വാസ് ഫയർഡ് ഫ്രം ദി കമ്പനി. ആൾ പുറത്താക്കി. He set up his own business under the proprietorship and undercut Sun Moon Timbers Private Limited's prices. അപ്പോൾ ഇയാൾ ജോബിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് ഇതേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അയാൾ പണ്ട് എംപ്ലോയി ആയി വർക്ക് ചെയ്ത ആ കമ്പനി കൊടുത്ത പ്രൈസസിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് ഇയാൾ ഇവിടെ എന്താ പറയുക കസ്റ്റമേഴ്സിന് സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് വാട്ടെവർ അത് കൊടുക്കാൻ തുടങ്ങി. ഓൺ ദി ലീഗൽ അഡ്വൈസ് ഫ്രം ഹിസ് ലീഗൽ കൺസൾട്ടൻറ്റ് ആൻഡ് ടു റീഫ്രൈൻ ഫ്രം പ്രൊവിഷൻസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, he formed a new company under the name Seven Stars Timbers Private Limited. അപ്പോൾ ഇയാളിങ്ങനെ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തിയപ്പോൾ ഇയാൾ ലീഗൽ കൺസൾട്ടൻറ്റ് അഡ്വൈസ് കൊടുത്ത്, നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയുമായിട്ട് ഉള്ള കോൺട്രാക്റ്റിൻ്റെ ബ്രീച്ചാണ്. അവിടെ നിങ്ങൾ ക്ലിയർലി പറഞ്ഞിരുന്നു ജോബിൽ നിന്ന് റിസൈൻ ചെയ്താൽ ഇതേ ബിസിനസ് ചെയ്യൂല എന്ന്, കസ്റ്റമേഴ്സിനെ മരിക്കൂല എന്നുള്ളത്. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ പ്രശ്നമാവും, അവർ കേസ് ഫയൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു സെപ്പറേറ്റ് കമ്പനി തുടങ്ങുക. കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ ഇതേ ബിസിനസ് നിങ്ങൾ സ്വയം ചെയ്യാതെ കമ്പനി ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, നിങ്ങൾക്കെതിരെ ഒബ്ലിഗേഷൻസ് ഒന്നും വരില്ല എന്ന് പറഞ്ഞ് ലീഗൽ കൺസൾട്ടൻറ്റ് അഡ്വൈസ് കൊടുത്ത് അങ്ങനെയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇൻ ദിസ് കമ്പനി ഹിസ് വൈഫ് ആൻഡ് എ ഫ്രണ്ട് വേർ സോൾ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. ആ കമ്പനിയിൽ എന്ത് ചെയ്തത്, ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി കമ്പനീസ് ആക്ട് പ്രകാരം മിനിമം 2 ആൾ വേണം, മിനിമം 2 മെമ്പേഴ്സും വേണം, മിനിമം 2 ഡയറക്ടേഴ്സും വേണം. പബ്ലിക് കമ്പനിക്ക് മിനിമം 7 ആൾ വേണം, മിനിമം 3 ഡയറക്ടേഴ്സ്. പ്രൈവറ്റ് കമ്പനി 2 ആൾ. അപ്പോൾ ഈ കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയിൽ ഇയാൾ മെമ്പറോ അല്ല ഡയറക്ടറും അല്ല, ഇയാളെ വൈഫിനെയും വേറെ ഫ്രണ്ടിനെയും ഷെയർ ഹോൾഡേഴ്സാക്കി അവർ തന്നെ ഡയറക്ടേഴ്സും ആക്കി. സോ ഇയാൾ ആ കമ്പനിയിലും ഇല്ല. ദേ ടുക്ക് ഓവർ ധ്രുവ്സ് ബിസിനസ് ആൻഡ് കണ്ടിന്യൂഡ് ഇറ്റ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ കമ്പനി അറിഞ്ഞപ്പോൾ സൺ മൂൺ ടിമ്പർ പ്രൈവറ്റ് ലിമിറ്റഡ് ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് സെവൻ സ്റ്റാർസ് ടിമ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോർ വയലേഷൻ ഓഫ് കോൺട്രാക്ട്. ഇയാൾ ആദ്യം വർക്ക് ചെയ്ത കമ്പനി അറിഞ്ഞപ്പോൾ കേസ് ഫയൽ ചെയ്തു, കോൺട്രാക്ട് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സെവൻ സ്റ്റാർസ് ടിമ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആർഗ്യൂഡ് ദാറ്റ് ദ കോൺട്രാക്ട് വാസ് എൻറ്റേർഡ് ഇൻ ടു ബിറ്റ്വീൻ മിസ്റ്റർ ധ്രുവ് ആൻഡ് സൺ മൂൺ ടിമ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് കമ്പനി has separate legal entity. Seven Stars Timbers Private Limited has not violated the terms of agreement. അപ്പോൾ ഇയാളെ ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ കോൺട്രാക്ട് ധ്രുവും ഇയാൾ ആദ്യം വർക്ക് ചെയ്ത സൺമൂണും തമ്മിലായിരുന്നു. 7 സ്റ്റാർസ് ആ കോൺട്രാക്റ്റിൽ പാർട്ടിയില്ല. സോ 7 സ്റ്റാർസ് അത് ചെയ്യാനും പറ്റും. പ്ലസ് 7 സ്റ്റാർസിൽ ധ്രുവ് ഇല്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. എക്സ്പ്ലെയിൻ വിത്ത് റീസൺസ് വെദർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ബിറ്റ്വീൻ മിസ്റ്റർ ധ്രുവ് ആൻഡ് 7 സ്റ്റാർസ് വിൽ ബി ഡിസ്റിഗാർഡഡ്. അപ്പോൾ അവിടെ ചോദിക്കുന്നത് 7 സ്റ്റാർസ് എന്നിപ്പോൾ ധ്രുവ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി, ധ്രുവ് ഇല്ല അതിൽ, വൈഫും ഫ്രണ്ടുള്ള കമ്പനി, അതും ധ്രുവും തമ്മിലുള്ള സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഡിസ്റിഗാർഡ് ചെയ്യുമോ, ഇഗ്നോർ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ സെക്ഷൻ ബേസ്ഡ് അല്ല, ഈ ക്വസ്റ്റ്യൻ ഒരു കേസ് ലോ ബേസ്ഡ് ആണ്. അതായത് നമുക്ക് ഒരു തിയറിയാണ്, പ്രോപ്പർ തിയറി. അതായത് കമ്പനീസ് ആക്ടിൽ വി ഹാവ് ദിസ് കോൺസെപ്റ്റ് നോൺ ആസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അതായത് ഇപ്പോൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ വേറെ, കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ലാബിലാക്കാൻ പറ്റില്ല. ക്രെഡിറ്റേഴ്സിനും കമ്പനി ഇടുന്ന എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ, എന്നിട്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതേ സംഭവം ഈ സംഭവത്തിന് തന്നെ പറഞ്ഞ പേരാണ്. അതായത് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ കമ്പനി റൺ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ ഈ കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള സംഭവത്തിന് നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് കോർപ്പറേറ്റ് വെയിൽ. വെയിൽ എന്ന് പറഞ്ഞാൽ കേർട്ടൻ, മറ. അപ്പോൾ നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ ഈ കമ്പനി നിങ്ങളുടെയും ഔട്ട്സൈഡേഴ്സിൻ്റെയും ഇടയിലുള്ളൊരു കർട്ടനായിട്ട് ആക്ട് ചെയ്യാൻ പോകണം, മറായിട്ട് ആക്ട് ചെയ്യാൻ പോകും. ക്രെഡിറ്റേഴ്സ് നോക്കുമ്പോൾ അവർ കമ്പനിയെ കാണുള്ളൂ. ഓർ ഇൻ സിമ്പിൾ ലാംഗ്വേജ്, ക്രെഡിറ്റേഴ്സ് സാധാരണ കേസിൽ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ, മെമ്പേഴ്സ് ലാബിളാവില്ല ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കാരണം. പക്ഷേ ഇതേ സംഭവം ആൾക്കാർ മിസ്യൂസ് ചെയ്താൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ ഡയറക്ടേഴ്സ് കമ്പനി ത്രൂ ഫ്രോഡ് ചെയ്യണം. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, കയ്യും കാലും ഇല്ല, സ്വന്തമായിട്ട് ഫ്രോഡ് ചെയ്യാൻ പറ്റില്ല. സോ കമ്പനി ത്രൂ നിങ്ങൾ ഫ്രോഡ് ചെയ്തു, അല്ലെങ്കിൽ കമ്പനി ത്രൂ നിങ്ങൾ മിസ്കണ്ടക്ട് ചെയ്തു, എന്നിട്ട് ഡിസ്പ്യൂട്ട് ആയപ്പോൾ, പ്രശ്നമായപ്പോൾ കേസ് വരുമ്പോൾ നിങ്ങൾ പറയണം ഞാനല്ല ചെയ്തത്, ഇത് കമ്പനിയാണ് ചെയ്തത് എന്ന് പറയാൻ നിന്നാൽ
അത് ഈ പ്രൊവിഷൻ മിസ്യൂസ് ചെയ്യുന്ന പോലെ. സോ കമ്പനീസ് ആക്ടിൽ നമുക്കൊരു പ്രൊവിഷൻ ഉണ്ട്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് വെയിൽ ഈ മറ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർട്ടൻ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ക്രെഡിറ്റേഴ്സ് പിന്നെ കമ്പനിയുടെ ഉള്ളിലുള്ള ആൾക്കാരാണ് കാണുക, ഡയറക്ടേഴ്സിനും മെമ്പേഴ്സാണ് കാണുക. അപ്പോൾ സിമ്പിൾ ലാംഗ്വേജ് ഇവരെ നമ്മൾ ലയബിൾ ആക്കുക. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ആ ചെയ്ത കാര്യങ്ങൾക്ക് ആരാണോ ചെയ്തത് അവരെ ലയബിൾ ആക്കുക എന്നാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന കോൺസെപ്റ്റ് പറയുന്നത്. അങ്ങനെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലുള്ള ഒരു വെരി പോപ്പുലർ കേസിലായിരുന്നു ഗിൽഫേർഡ് മോട്ടോർ കമ്പനി വേഴ്സസ് ഹോൺ. അതിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് നമ്മൾ ആദ്യത്തെ LLPയുടെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് നോക്കട്ടെ. നമ്മൾ ഇവിടെ ഗിൽഫേർഡ് മോട്ടോർ കമ്പനി വേഴ്സസ് ഹോൺ. ഈ ഗിൽഫേർഡ് എന്ന് പറഞ്ഞ ആൾ, ഈ ഹോൺ എന്ന് പറഞ്ഞ ആൾ ഗിൽഫേർഡ് മോട്ടോർ കമ്പനിയിൽ ഒരു ടോപ്പ് ലെവൽ എംപ്ലോയി ആയിരുന്നു, CEO ആണ്. ഇതേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ ഫാക്ട്സാണ് പറഞ്ഞത്. അയാൾ ജോബിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ സിമിലർ ബിസിനസ് ചെയ്യാൻ പാടില്ല, കസ്റ്റമേഴ്സിന് വിളിക്കാൻ പാടില്ല. ഹോൺ റിസൈൻ ചെയ്ത് വൈഫിൻ്റെ പേരിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഗിൽഫേർഡിൻ്റെ കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് വലിക്കാൻ നോക്കി. ഇത് ഗിൽഫേർഡ് അറിഞ്ഞപ്പോൾ കേസ് ഫയൽ ചെയ്തു. ഇപ്പോൾ ഹോൺ പറഞ്ഞു ഞാനല്ല ചെയ്ത് കമ്പനി ചെയ്തു, കമ്പനി സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന വിഷയം എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ ഈ ഒരു നിയമത്തിൻ്റെ ഈ പ്രൊവിഷൻ വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതല്ലാതെ കമ്പനി തുടങ്ങാൻ അവിടെ യാതൊരു ഉദ്ദേശവുമില്ല. നിങ്ങൾ ഡയറക്റ്റ്ലി ചെയ്താൽ നിങ്ങൾക്കെതിരെ കേസ് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ്. പ്ലസ് ഇവിടെയൊക്കെ ഗിൽഫേർഡ് മോട്ടോർ കമ്പനി വേഴ്സസ് ഹോണിൽ നടന്നൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ചാൽ, അവിടെ കോർട്ട് ചോദിച്ചത് കറക്റ്റായിട്ട് ഗിൽഫേർഡ് മോട്ടോർ കമ്പനിയിലെ കസ്റ്റമേഴ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡാറ്റാബേസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? കമ്പനി മേ ബി ഹോണ്ട വൈഫിൻ്റെ ആവാം, ഹോൺ വേറെ, ഹോണ്ട വൈഫ് വേറെ, ഹോണ്ട വൈഫ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി വേറെ. പക്ഷേ കറക്റ്റായിട്ട് ഈ ഹോൺ സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഹോണ്ട വൈഫ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി കറക്റ്റായിട്ട് ഗിൽഫേർഡ് മോട്ടോർ കമ്പനിയുടെ കസ്റ്റമേഴ്സ് എങ്ങനെ കോൺടാക്ട് ചെയ്തു? അപ്പോൾ ഒബ്വിയസ് ആണ് ആ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്തത് മിസ്റ്റർ ഹോൺ ആണ്. അപ്പോൾ നിങ്ങളടുത്തൊരു റെസ്ട്രിക്റ്റീവ് ക്ലോസ് വെക്കുമ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാനും പാടില്ല. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസിൽ പോകുന്നില്ല. ഇവിടെ സിമിലർ ഫാക്ട്സ് ആണ്. വാട്ട് ഹാപ്പൻഡ് ഓവർ ഹിയർ വാസ് അവരെ ലയബിളാക്കി, കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്നുള്ള കോൺസെപ്റ്റ് ഡിസ്റിഗാർഡ് ചെയ്ത്. ഇറ്റ് വാസ് ഡിസൈഡഡ് ബൈ ദി കോർട്ട് ഇൻ ദി കേസ് ഓഫ് ഗിൽഫേർഡ് മോട്ടോർ കമ്പനി വേഴ്സസ് ഹോൺ. സാധാരണ ഒരു ആൻസർ സ്റ്റാർട്ട് ചെയ്യുക ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ്. നമ്മുടെ സെക്ഷൻ അല്ലാത്തതുകൊണ്ട് നേരെ കേസുകളുടെ പേര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് ദ കമ്പനി ഈസ് ഫോംഡ് സിംപ്ലി ആസ് എ മിയർ ഡിവൈസ് ടു ഇവേഡ് ലീഗൽ ഒബ്ലിഗേഷൻസ്. നിങ്ങൾ പഴയ കമ്പനിയുമായിട്ട് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നു, കരാറുണ്ടായിരുന്നു, നിങ്ങൾ ഇതേ ബിസിനസ് ചെയ്യില്ല, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് എന്നുള്ള നിലക്കാണ്, അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് എന്നുള്ള നിലക്കാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. Though this is only in limited and discrete circumstances, rare situations എങ്ങനെ ഉണ്ടാവുള്ളൂ, courts can pierce the corporate veil. ആ കോർപ്പറേറ്റ് വെയിൽ എന്ന കോൺസെപ്റ്റ് കോർട്ടിന് കീറിക്കളയാൻ പറ്റും, ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റും, ആ ചെയ്ത പേഴ്സണെ ലയബിൾ ആക്കാം. In other words, if the company is mere sham or cloak, the separate legal entity will be disregarded. mere sham എന്ന് പറഞ്ഞാൽ ഫേക്ക് കമ്പനി, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കർട്ടൻ മാത്രം ഉണ്ടാക്കിയിട്ട് ആക്ച്വൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന പർപ്പസ് ഇങ്ങനെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ നമ്മൾ ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യും. ഓൺ കൺസിഡറിംഗ് ദ ഡിസിഷൻ ടേക്കൺ ഇൻ ഗിൽഫേർഡ് മോട്ടോർ കമ്പനി വേഴ്സസ് ഹോൺ and the facts and the problem given, it is very much clear that Seven Stars Timbers Private Limited was formed just to evade legal obligations of the agreement between Dhruv and Sun Moon Timbers Private Limited. Hence, Seven Stars Timbers Private Limited is just a sham or cloak, and separate legal entity between Mr. Dhruv and Seven Stars should be disregarded. ഗിൽഫേർഡ് മോട്ടോർ കമ്പനിയിലെ സെയിം ഫാക്ട്സ് ആണ് അവിടെ സംഭവിച്ചത്. Second question, AK Private Limited has borrowed rupees 36 crore from BK Finance Limited. അപ്പോൾ ഈ AK എന്ന് പറയുന്ന കമ്പനി BK എന്ന് പറയുന്ന വേറെ ഒരു ബാങ്കിൻ്റെ അടുത്തുനിന്ന് ഒരു ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിയുടെ അടുത്ത് 36 crore ബോറോ ചെയ്തു. However, as per memorandum of AK Private Limited, maximum borrowing power of the company is 30 crore. MOയിൽ ക്ലിയർലി എഴുതിയിട്ടുണ്ട് 30 കോടി വരെ ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ 36 കോടിയാണ് ഡ്രോ ചെയ്തത്. ഏകദേശം ഇപ്പോൾ തന്നെ നമുക്ക് ടോപ്പിക്ക് മനസ്സിലാക്കാം. വി ആർ ടോക്കിംഗ് അബൌട്ട് അൾട്രാ വയേഴ്സ്. ആൻഡ് ഏതിൻ്റെ അൾട്രാ വയേഴ്സ്? MOൻ്റെ അൾട്രാ വയേഴ്സ്. എന്താ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു നോക്കാം. എക്സാമിൻ വെദർ AK Private Limited is liable to pay this debt. State the remedy, if any, available to BK Finance Limited. ഈ പൈസ തിരിച്ചു കൊടുക്കാൻ കമ്പനി ലയബിൾ ആവുമെന്ന് ചോദിക്കണം. എന്ത് റെമഡിയാണ് ഈ ലോൺ കൊടുത്ത ആൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നോർമലി അൾട്രാ വയേഴ്സ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ബിയോണ്ട് ദി പവേഴ്സ്. ആൻഡ് ബിയോണ്ട് ദി പവേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ഡയറക്ടർ അവരെ അതോറിറ്റി എക്സീഡ് ചെയ്യുക,
ഇത് അൾട്രാ വയേഴ്സ് ആണ്. നിങ്ങൾ ആർട്ടിക്കിൾസിൽ എഴുതിയ പ്രൊവിഷൻസ് എക്സീഡ് ചെയ്യുക, ഇതും അൾട്രാ വയേഴ്സ് ആണ്. MOയിൽ എഴുതിയ പ്രൊവിഷൻസ് എക്സീഡ് ചെയ്യുക, ഇതും അൾട്രാ വയേഴ്സ് ആണ്. ആക്ടിന് അഗേൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഇതും അൾട്രാ വയേഴ്സ് ആണ്. ഇതിൽ ഓരോ ടൈപ്പ് അൾട്രാ വയേഴ്സിന് ചിലതിനൊക്കെ റെമഡി അവൈലബിളും ആണ്. അപ്പോൾ ഡയറക്ടർ അവർ അതോറിറ്റി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് റെമഡി അവൈലബിൾ ആണ്. നമുക്കത് റാറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡയറക്ടേഴ്സിന് അതോറിറ്റിക്കുള്ളൊരു കാര്യം അവർ ചെയ്തത് മെമ്പേഴ്സ് സബ്സിക്വൻ്റ്ലി റാറ്റിഫൈ ചെയ്താൽ അവർക്ക് സബ്സിക്വൻ്റ്ലി അതോറിറ്റി കൊടുത്തതായിട്ട് ട്രീറ്റ് ചെയ്യും, കുഴപ്പമില്ല. ആർട്ടിക്കിൾസ് അതോറിറ്റി എക്സീഡ് ചെയ്താൽ നമുക്ക് ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാൻ പറ്റും. സെക്ഷൻ 14 പ്രകാരം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് ആൾട്ടർ ചെയ്യാം. അത് നമുക്ക് ആർട്ടിക്കിൾസ് ബാക്ക് ഡേറ്റഡ് ആൾട്രേഷൻ ചെയ്യാൻ പറ്റും. അതോറിറ്റി ഇല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് പിന്നീട് നമുക്കത് ആൾട്ടർ ചെയ്യാം, ബാക്ക് ഡേറ്റഡ് ആൾട്രേഷൻ പറ്റും. MOA അതോറിറ്റി എക്സീഡ് ചെയ്താൽ അവിടെ നമുക്കൊരു കേസിലൊക്കെ ഉണ്ടായിരുന്നു, ആശുപത്രി റെയിൽവേ കാരേജ് ആൻഡ് കമ്പനി വേഴ്സസ് റിച്ചി. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ MOയിൽ ഒബ്ജക്റ്റ് ക്ലോസിൽ എഴുതിയിട്ടില്ലാത്തൊരു കാര്യം ചെയ്താൽ, MOയിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ചെയ്താൽ നമുക്ക് MOA ആൾട്ടർ ചെയ്യാൻ പറ്റുമോ? യെസ്, ആൾട്ടർ ചെയ്യാൻ പറ്റും. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ MOയുടെ ആൾട്ടറേഷനും ആർട്ടിക്കിൾസിൻ്റെ ആൾട്ടറേഷനും. MOയുടെ ആൾട്ടറേഷൻ നമുക്ക് ബാക്ക് ഡേറ്റഡ് ആൾട്ടറേഷൻ പോസിബിൾ അല്ല. അപ്പോൾ MOയിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം MOയെ ആൾട്ടർ ചെയ്യണം, എന്നിട്ട് ആ കാര്യം ചെയ്യണം. അല്ലാതെ ആ കാര്യം ചെയ്തിട്ട് MOയെ നമുക്ക് ബാക്ക് ഡേറ്റഡ് ആൾട്ടറേഷൻ പോസിബിൾ അല്ല. ആക്ടിന് അഗേൻസ്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്തു, അൾട്രാ വയേഴ്സ് അവിടെ റെമഡി അവൈലബിൾ അല്ല. സോ ഈ ലാസ്റ്റത്തെ 2 കേസിൽ നമുക്ക് റെമഡി അവൈലബിൾ അല്ല. ഈ കേസിൽ ക്ലിയർലി പറയുന്നുണ്ട് 30 കോടി വരെ റേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് MOയിലാണ് എഴുതിയത്. 36 കോടി റേസ് ചെയ്തു. MOയുടെ അൾട്രാ വയേഴ്സാണ്, റെമഡി അവൈലബിൾ അല്ല. This case is governed by doctrine of ultra vires, and ultra vires are beyond the powers. According to this doctrine, any act done or a contract made by the company which travels beyond, ഇങ്ങനെ ഈ ട്രാവൽസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ പറയാൻ വേണ്ടി ചോദിക്കാം. യാത്ര ചെയ്തെന്നല്ല, ബിയോണ്ട് ദി പവേഴ്സ് പോയി ഓഫ് ദി കമ്പനി കൺഫേർഡ് അപ്പോൺ ഇറ്റ് ബൈ ഇറ്റ്സ് മെമ്മറാൻഡം. MOയിൽ കമ്പനിക്ക് കൊടുത്ത പവറിൻ്റെ ബിയോണ്ട് നിങ്ങൾ പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഇറ്റ് ഈസ് ഹോൾലി വോയിഡ്, ആ കോൺട്രാക്ട് വോയിഡ് ആണ്, and is inoperative in law and is therefore not binding on the company. അത് വോയിഡ് ആയതുകൊണ്ട് തന്നെ കമ്പനി ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ ലയബിളോ ആവില്ല. ഇൻ ദിസ് കേസ് കമ്പനി പൈസ തിരിച്ചു കൊടുക്കാൻ ലയബിൾ ആവില്ല. ദിസ് ഇസ് ബിക്കോസ് മെമ്മറാൻഡം ഓഫ് ദി കമ്പനി ഇസ് ഇൻ ഫാക്ട് ദി ചാർട്ടർ. ഇറ്റ് ഡിഫൈൻസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി സ്കോപ്പ് ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കമ്പനി. MO എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒരു മേജർ ഡോക്യുമെൻ്റ് ആണ്. കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് MOയിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഹെൻസ് ദ കമ്പനി cannot depart, ഡീവിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഫ്രം ദി പ്രൊവിഷൻസ് കണ്ടെയ്നിങ് ദി MOA. However, imperative may be the necessity for the departure. എത്ര അർജൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, MOന്ന് ആൾട്ടർ ചെയ്ത് പോയോ, അത്ര എമർജൻസി നെസസിറ്റി ആയിട്ട് കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വോയിഡാണ്. ഹെൻസ് ദ അഗ്രിമെൻറ്റ് ഇസ് അൾട്രാ വയേഴ്സ്. ദ കമ്പനി ഷാൽ ബി നൾ ആൻഡ് വോയിഡ്. വെദർ AK Private Limited is liable? No, liable ആവില്ല. AK Private Limited borrowed 36 crore which is beyond the powers, borrowing powers. Contract for borrowing 36 crore being ultra vires MOA, hence I am down void out. AK Private Limited ലയബിൾ ആവില്ല. BK ഫിനാൻസിന് എന്ത് റെമഡി ഉള്ളത്? ഈ കോൺട്രാക്ട് ചെയ്തത് ആരാണോ അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ള റെമഡി മാത്രമേ നിങ്ങൾ എടുത്തിട്ടുള്ളൂ, കമ്പനി ലയബിൾ ആവില്ല. അപ്പോൾ BK Finance Limited cannot enforce the said transaction and thus has no remedy against the company for the recovery of the money. BK may take action against the directors of AK Finance Limited. പിന്നെ കോൺട്രാക്ട് ആക്ടിൽ ഒരു ഇൻജൻഷൻ എന്നുള്ളൊരു പോയിന്റ് പറയുന്നുണ്ട്. സാധാരണ കേസിൽ ലോസ് ഉണ്ടായ ഡാമേജ് റിക്കവർ ചെയ്യാൻ കമ്പനിയുടെ അടുത്തുനിന്നല്ല, ആ ചെയ്ത ഡയറക്ടറിനെതിരെ. ഇൻജൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തടയുക, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണ് കോൺട്രാക്ട് എൻ്റർ ചെയ്തതെങ്കിൽ നോട്ട് ടു ഡു സംതിങ്, അത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ പറ്റും ഇഫ് ഫീസിബിൾ ആണെങ്കിൽ, അത് അവൈലബിൾ ആണെങ്കിൽ അതും ചെയ്യാം എന്നൊരു പോയിന്റ് മെൻഷൻ ചെയ്തു. ദാറ്റ് വാസ് റിഗാർഡിങ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ കമ്പനീസ് ആക്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൈക്ക് LLC. അപ്പോൾ ഈ ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ സെക്ഷൻ ബേസ്ഡ് അല്ല കേട്ടോ, പക്ക തിയറി ബേസ്ഡ് ആയിരുന്നു. Mike LLC incorporated in Singapore, having an office in Pune. അപ്പോൾ സിംഗപ്പൂരിലുള്ള കമ്പനി പൂനെയിൽ ഓഫീസ് ഉണ്ട്. Analyze whether Mike LLC would be called a foreign company. ഇത് സെക്ഷൻ 2 ക്ലോസ് 42 ഫോറിൻ കമ്പനിയുടെ ഡെഫിനേഷൻ പറയുന്നത്. ഫോറിൻ കമ്പനി ആണെന്ന് ചോദിക്കണം. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി ആവണമെങ്കിൽ നിങ്ങൾ ഫോറിൻ കമ്പനി മീൻസ് എ കമ്പനി ഓർ എ ബോഡി കോർപ്പറേറ്റ്. നിങ്ങൾ ഏതൊരു കമ്പനിയാണ് അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആണ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഹാവിങ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ആ പ്ലേസ് ഓഫ് ബിസിനസ് ഏജൻസി ത്രൂ ആവാം, ഫിസിക്കലി ആവാം, ഇലക്ട്രോണിക് മോഡ് ആവാം, എങ്ങനെയാണ്. സോ ഇത് ഫോറിൻ കമ്പനിയാണോ? യെസ്, ഫോറിൻ കമ്പനിയാണ്. Foreign company means any company or a body corporate. Always remember, law സാധാരണ ബൈഹാർട്ട് പഠിക്കണമെന്ന് ചോദിക്കും. ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കീവേഡ്സ് വന്നാൽ മതി. പക്ഷേ ഡെഫിനിഷൻസ് ഓൾവേസ് മീൻസ് അല്ലെങ്കിൽ ഇൻക്ലൂഡ്സിനെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ CA ഇൻ്റർവ്യൂ പഠിക്കാൻ പറഞ്ഞ ടോപ്പിക്കാണ്, പഠിച്ചത് അറിഞ്ഞിരിക്കുക. ദർ ഇസ് നോ ഡെഫിനിഷൻ സെയിം ഫോറിൻ കമ്പനി ഇസ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫോറിൻ കമ്പനി മേ ബി ഡിഫൈൻഡ് ആസ്, അതൊക്കെ ഒഴിവാക്കണം നല്ലത്.
ഡെഫിനേഷൻ ഓൾവേസ് ഒന്നെങ്കിൽ മീൻസ് എന്നുണ്ടാവുക അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ് എന്നുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫോറിൻ കമ്പനി മീൻസ് എനി കമ്പനി ഓർ എ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ആ പ്ലേസ് ഓഫ് ബിസിനസ് എങ്ങനെയൊക്കെ ആവാം, വെദർ ബൈ ഇറ്റ് സെൽഫ് ഓർ ത്രൂ ആൻ ഏജന്റ് ഓർ ഫിസിക്കലി ഓർ ദ ഇലക്ട്രോണിക് മോഡ് ആൻഡ് കണ്ടക്ട്സ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇന്ത്യയുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. മൈക്ക് LLC സിംഗപ്പൂർ ഇൻകോർപ്പറേറ്റഡ് ആണ്, പ്ലേസ് ഓഫ് ബിസിനസ് പൂനെയിലുണ്ട്, അതുകൊണ്ട് അത് ഫോറിൻ കമ്പനി. ദാറ്റ് വാസ് റിഗാർഡിംഗ് കമ്പനീസ് ആക്ടിലെ എൻറ്റയർ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ആകെ LLPനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, അത് ആക്ച്വലി LLPൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു സമ്മറി പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A and B were friends. Now they have plans of setting up a supermarket in their locality. They are confused as to whether to register as a traditional partnership or as an LLP. അവരുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് നടത്തണം, ബിസിനസ് നടത്തണം. പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ചാരിറ്റി നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നുള്ള ബിസിനസ്സാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പായിട്ടും ചെയ്യാം, LLP ആയിട്ടും ചെയ്യാം. ആസ് എൻ അഡ്വൈസർ എന്യൂമറേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഫോംസ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അവർ അഡ്വൈസ് ചോദിച്ചിട്ടാണ് നിങ്ങൾ അവർക്ക് രണ്ടിനും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പറഞ്ഞു കൊടുക്കാം. ഇത്രയും പോയിൻറ്റ്സ് ഡിഫറൻസ് ഉണ്ട്. ഇത് ഫുൾ എക്സാമിന് എഴുതണോ, ഇത് ഭയങ്കര ലെങ്ത് ആയി പോകും. നിങ്ങൾക്ക് ഏതൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് തോന്നുന്ന പോയിൻറ്റ്സ്, ഇതിപ്പോൾ ഏകദേശം ഒരു 2 പേജിൻ്റെ അടുത്തുണ്ടാവും. 2 പേജിൻ്റെ അടുത്ത് ടൈപ്ഡ് കോണ്ടൻറ്റ് എക്സാമിന് എഴുതാനുള്ള ചാൻസ്. അത്രയും ലെങ്തി പേപ്പർ നമുക്ക് മാർക്സിന് ജസ്റ്റിഫൈഡ് ആവില്ല. സോ റെലവൻറ്റ് പോയിൻറ്റ്സ് കുറച്ച് എഴുതി കൊടുക്കുക. കമ്പാരിസൺ ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഏറ്റവും ബേസിക്കായിട്ട് ഏത് ആക്ടാണ് കവേർഡ്? LLP ആക്ട് 2008 കവേർഡ്. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. പിന്നെ ബോഡി കോർപ്പറേറ്റ് ഏതാണ്? LLPനെ നമ്മളൊരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. പാർട്ട്ണർഷിപ്പിന് ബോഡി കോർപ്പറേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഇതേപോലെ തന്നെയാണ് LLP സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, പാർട്ട്ണർഷിപ്പ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. കുറച്ച് ആൾക്കാർ ഒന്നിച്ച് കൂടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ പാർട്ട്ണർഷിപ്പ് വേറെ ഇവർ വേറെ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. LLP ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, ബോഡി കോർപ്പറേറ്റ് ആണ്. സ്വന്തം പേരിൽ പ്രോപ്പർട്ടി വാങ്ങുക, വിൽക്കുക, കോൺട്രാക്ട് എൻ്റർ ചെയ്യുക ഒക്കെ ചെയ്യാൻ പറ്റും. പാർട്ട്ണർഷിപ്പിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ട്ണർഷിപ്പിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ പാർട്ട്നേഴ്സിൻ്റെ ജോയിൻറ്റ് പ്രോപ്പർട്ടിയാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വേറെ പെർപ്പച്വൽ സക്സഷൻ, ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ക്രിയേഷൻ, LLP ലീഗൽ പ്രോസസ്സിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുക, രജിസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സ്. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിലൂടെയാണ് ക്രിയേറ്റ് ആവുക. അപ്പോൾ പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ? അല്ല, അത് അടുത്ത പോയിന്റ്. രജിസ്ട്രേഷൻ വോളണ്ടറി ആണ്, LLPൻ്റെ കേസിൽ കമ്പൽസറി ആണ്. അവിടെ നെയിം റിസർവ് ചെയ്യുക, LLP രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് LLP എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഫോം 1, ഈ ഫോം 2, ഈ ഫോം 3. പാർട്ട്ണർഷിപ്പിൽ ഇത് വോളണ്ടറി ആണ്. പക്ഷേ പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ഡ്രോബാക്സ് ഉണ്ട്. അതിൽ പെട്ടതാണ് കനോട്ട് സ്യൂ ബട്ട് ക്യാൻ ബി സ്യൂഡ്. നിങ്ങൾക്ക് വേറെ ആൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, അവർക്ക് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുക, നിങ്ങൾക്ക് സെറ്റ് ഓഫ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പാർട്ട്നേഴ്സ് തമ്മിലുള്ള റെമഡീസും പലപ്പോഴും അവൈലബിൾ ആവില്ല. അതൊക്കെ ഡ്രോബാക്സ്. പെർപ്പച്വൽ സക്സഷൻ എന്നുള്ളത് LLPയിലെ പാർട്ട്നേഴ്സ് അടുത്ത് സംഭവിച്ചു, പാർട്ട്നേഴ്സ് ഇൻസൈനായി, ഇൻസോൾവൻ്റ് ആയി, ഇതൊന്നും LLPനെ ബാധിക്കില്ല. ഡസ് നോട്ട് എഫക്ട് LLP. മെമ്പേഴ്സ് മേ ജോയിൻ ഓർ ലീവ്, അതൊന്നും LLPനെ ബാധിക്കില്ല. പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണറുടെ ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി സംഭവിച്ചാൽ ഡയറക്റ്റ്ലി പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആണ്. കാരണം പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതിന് ബാധിക്കുന്ന എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആവും. ഇറ്റ് ഹാസ് നോ പെർപ്പച്വൽ സക്സഷൻ. നെയിം LLPൻ്റെ ലാസ്റ്റ് LLP എന്ന് നമ്മൾ മെൻഷൻ ചെയ്യും. പാർട്ട്ണർഷിപ്പിൽ അങ്ങനത്തെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ലാബിലിറ്റി, പാർട്ട്നേഴ്സിൻ്റെ LLPൻ്റെ കേസിൽ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ്, കമ്പനിയുടെ പോലെ തന്നെ. ഈ LLP എന്ന് പറഞ്ഞാൽ കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പിൻ്റെയും മിക്സ്ചറാണ്. അപ്പോൾ കമ്പനിയിൽ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൽ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ് വരെ ലിമിറ്റഡ് ആണ്. LLPയിൽ നമ്മൾ ക്യാപിറ്റൽ എന്നുള്ള ടേമിന് പകരം യൂസ് ചെയ്യുന്ന ടേം കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അവർ എഗ്രീഡ് കോൺട്രിബ്യൂഷൻ വരെ ലിമിറ്റഡ് ആണ് LLPയിൽ. പാർട്ട്ണർഷിപ്പിൽ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി അടക്കം റിസ്ക്കിലാണ്. ഫേമിന് ഒരു ക്രെഡിറ്റിനെ സെറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പാർട്ട്നേഴ്സ് പൈസ കൊടുക്കാൻ ലാബിലാവും. മ്യൂച്വൽ ഏജൻസി എന്നുള്ള കോൺസെപ്റ്റ്, പാർട്ട്ണർഷിപ്പിൽ ഓരോ പാർട്ട്ണർ മറ്റ് പാർട്ട്ണറിൻ്റെ ഏജൻ്റാണ്, ഓരോ പാർട്ട്ണർ ഫേമിൻ്റെയും ഏജൻ്റാണ്. ഒരു പാർട്ട്ണർ മറ്റു പാർട്ട്ണറുടെ ഏജൻറ്റുമാണ്, പ്രിൻസിപ്പളാണ്. ഇയാൾ പ്രിൻസിപ്പളാണ്, ഏജൻ്റാണ്. ഓരോ പാർട്ട്ണർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റു പാർട്ട്ണർ ലാബിലാവും, ഫേമും ലാബിലാവും. LLPയിൽ ഓരോ പാർട്ട്ണർ LLPൻ്റെ മാത്രം ഏജൻ്റാണ്, മറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഏജൻ്റ് അല്ല. ഞാനിപ്പോൾ LLPയിലെ പാർട്ട്ണർ ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫേം ലാബിലാണ്. ഫേമിന് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള സഫീഷ്യൻ്റ് എമൗണ്ട് ഇല്ലെങ്കിൽ, അമൗണ്ട് തികയാതെ വന്നാൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് പേഴ്സണൽ പ്രോപ്പർട്ടി റിസ്ക്കിലാവില്ല. അവർക്ക് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഓരോ പാർട്ട്ണർ മറ്റ് പാർട്ട്ണറിൻ്റെ ഏജൻ്റ് അല്ല, പാർട്ട്ണർ ഫേമിന് മാത്രം ഏജൻ്റാണ്. LLPയിൽ ഫേമിൽ രണ്ടും ഉണ്ട്. ഓരോ പാർട്ട്ണർ മറ്റ് പാർട്ട്ണറുടെ ഏജൻ്റാണ്, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഏജൻ്റാണ്. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ, ഇത് നമ്മുടെ കമ്പനിയിലെ ഡയറക്ടേഴ്സ് എന്നുള്ള മാതിരി റൺ ചെയ്യുന്ന ആൾക്കാർ ഡയറക്ടേഴ്സ് ആയിരിക്കും. LLPയിൽ ഇവരെ നമ്മൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വിളിക്കുക. ഇത് LLPയിലേ ഉള്ളൂ, ഫേമിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ഫേമിൽ എല്ലാ പാർട്ട്നേഴ്സും മാനേജ്മെൻറ്റ് ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എത്ര ആൾക്കാർ വേണം? മിനിമം 2 ആൾക്കാർ വേണം. അതിൽ ഒരാൾ റെസിഡൻ്റ് ആവണം എന്നുള്ള റൂളൊക്കെ ഉണ്ട്. കോമൺ സീൽ
പൊതുവെ ഉണ്ടാവാറ് LLPയിലാണ്, ഫേമിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതൊന്നും മാൻഡേറ്ററി അല്ല. ലീഗൽ കംപ്ലയൻസ്, നിയമം വയലേറ്റ് ചെയ്താൽ ആർക്കാണ് പണിഷ്മെൻറ്റ് കിട്ടുക? ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിനാണ് എല്ലാ കാര്യങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ്. നിയമം വയലേറ്റ് ചെയ്താൽ പണിഷ്മെൻറ്റൊക്കെ. ഫേമിൻ്റെ കേസിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ പാർട്ട്നേഴ്സും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരും. ആനുവൽ ഫയലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കമ്പനിയിൽ 2 ഡോക്യുമെൻറ്റ്സ് കൊടുക്കാറുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആനുവൽ റിട്ടേൺ. LLPയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി എന്നാണ്. P&L ബാലൻസ് ഷീറ്റിനെ വിളിക്കുന്ന പേര്. അപ്പോൾ ഈ ടേംസ് ഓർത്ത് വെക്കാട്ടോ. കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മതി, ഇവിടെ കോൺട്രിബ്യൂഷൻ. കമ്പനിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മതി, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി. മറ്റേത് ആനുവൽ റിട്ടേൺ തന്നെ. അപ്പോൾ LLP ഈസ് റിക്വയർഡ് ടു ഫയൽ ഒന്ന് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, ഇത് നിങ്ങൾ P&L ബാലൻസ് ഷീറ്റ്, പിന്നെ ഇത് നിങ്ങൾ P&L, പിന്നെ ബാലൻസ് ഷീറ്റിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി ഒറ്റ ഡോക്യുമെൻ്റായിട്ടും എഴുതാം. ആനുവൽ റിട്ടേൺ നിങ്ങൾ കഴിഞ്ഞ വർഷം നടന്ന കുറേ ക്വാളിറ്റേറ്റീവ് ഡീറ്റെയിൽസ് രജിസ്ട്രാറിന് കൊടുക്കണം. ഫേമിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല, അങ്ങനെ കമ്പൽസറി ഫയലിംഗ് എന്നുള്ള വിഷയങ്ങളൊന്നുമില്ല. ഫോറിൻ പാർട്ട്ണർഷിപ്പിന് LLPയിൽ പാർട്ട്ണർ ആവാൻ പറ്റും, പക്ഷേ ഫേമിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല. മൈനറിന് അഗെയിൻ LLPയിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല. മൈനറിന് ഫേമിലും പാർട്ട്ണർ ആവാൻ പറ്റില്ല, പക്ഷേ മൈനറിന് നമുക്ക് ബെനിഫിറ്റ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പാർട്ട്ണർഷിപ്പിൻ്റെ എല്ലാ പാർട്ട്നേഴ്സിനും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അതിപ്പോൾ മൈനറിന് ആഡ് ചെയ്യാൻ മാത്രമല്ല, ഏതൊരു മേജറായിട്ടുള്ള ആളെ വരെ പാർട്ട്ണറായിട്ട് ചേർക്കണമെങ്കിൽ ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും കൺസെൻറ്റ് വേണം. സോ ഇത്രയും ഫാക്ടേഴ്സാണ്. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് LLPയും കമ്പനീസ് ആക്ടിലെയും ക്വസ്റ്റ്യൻസ്. ഇഫ് യു ഹാവൻ ഗോൺ ത്രൂ ദി അതർ വീഡിയോസ്, ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്ത 3 വീഡിയോസ്, അതിലും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സോൾവിങ് രീതിയിലല്ലേ നമ്മൾ ഫോക്കസ്, ആ ടോപ്പിക്ക് വെച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്യാനാണ് ട്രൈ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ വുഡ് ബി റെഡി അവൈലബിൾ. പ്ലസ് ഞാൻ ഒരു വാട്സാപ്പിൽ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. ബൈ എൻ്റെ ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റുഡൻസ് ഇല്ല, ഫിലിം സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. സോ ഇഫ് യു ഹാവൻ ജോയിൻ ഇറ്റ് യെറ്റ്, ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെയും റിവിഷൻ, നിങ്ങൾക്കും എന്താ പറയുക, ഒരു ലോൻ്റെ ഡെയിലി ബേസിസിൽ ഡൗട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് റിവിഷൻ പോലെ അതിന് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇനി വേറെ കുറേ നമുക്കൊരു നെഗോഷിയേഷൻ ആക്ടിൻ്റെ ഒരു സെഷനും കൂടെ പെൻഡിങ് ഉള്ളൂ. ലെറ്റ് മീ നോ ഇഫ് ദാറ്റ് ഈസ് റിക്വയർഡ്. ഓക്കെ, ഡു യുവർ ബെസ്റ്റ്.